അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന ഫ്ലവേഴ്സ് ഒരു കോടിയിൽ അതിഥിയായി വന്നത് ഡോക്ടർ വന്ദനാദാസിൻ്റെ അച്ഛൻ KG മോഹൻദാസ് ആണ്. അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖത്തിലാണ് അച്ഛനും അമ്മയും. മാത്രമല്ല, ആ വീട്ടിൽ നമ്മൾ കടന്നു ചെന്നാൽ ആ വീടിൻ്റെ എല്ലാ മൂലയിലും ഈ വന്ദനാദാസിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലാ മൂലയിലും അവർ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. ആ കുട്ടി ഉപയോഗിച്ചിരുന്ന മുറി അതേപോലെ സംരക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ മകളെ ഓർത്ത് ജീവിതത്തിലൊന്നും വല്ലാത്ത ശൂന്യതയാണ്. നോക്കുമ്പോൾ ഇരുട്ട് മാത്രമേ ഉള്ളൂ. അത്തരം വല്ലാത്തൊരു അവസ്ഥയിലാണ്. 9 മാസമായി ഡോക്ടർ വന്ദനാദാസ് കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊല്ലപ്പെട്ടിട്ട്. സജിത്ത് എന്ന് പറയുന്ന നരാധമൻ 21 കുത്താണ് ഈ കുട്ടിയുടെ ശരീരത്തെ ഏൽപ്പിച്ചത്. അപ്പോൾ ഈ വന്ദനയുടെ മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും നമ്മുടെ ഈ മോഹൻദാസ് എന്ന് പറയുന്ന പിതാവ് മാറിയിട്ടില്ല. യഥാർത്ഥത്തിൽ ആ കൊലപാതകയുടെ പേര് ഈ കൊല്ലം കുണ്ടറ നെടുമ്പന സ്കൂളിലെ ഒരു അധ്യാപകനായ സന്ദീപാണ് കൊലപാതകി. അപ്പോൾ ശരിക്കും ഞാൻ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ്, ഒരുപാട് ദുരൂഹതകൾ. പ്രോപ്പറായിട്ടൊരു അന്വേഷണം വേണം. അദ്ദേഹത്തിന് കോടതിയിൽ പോയെങ്കിലും കോടതിയിൽ അനുകൂല വിധി സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അദ്ദേഹം ഹർജിയുമായി നീങ്ങുന്നുവെന്നാണ് പറഞ്ഞത്. അദ്ദേഹവുമായി ഞാൻ നടത്തിയ സംഭാഷണം വളരെ വികാരനിർഭരമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവതാരകൻ എന്ന നിലയിൽ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു അന്വേഷണമായിരുന്നു അത്. കാരണം ദുഃഖിതനായി നിൽക്കുന്നൊരു പിതാവിനോട് അപ്രിയമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരികയാണെങ്കിൽ അത് അപകടകരമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ കൂടെ ഒഴുകി ചോദിക്കുക എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആ വികാരഭരിതമായ നിമിഷങ്ങളിലേക്ക് പ്രേക്ഷക ശ്രദ്ധ കൂടി ഞാൻ ക്ഷണിക്കുന്നു. അവൾ കൊട്ടാരക്കര താലൂക്ക് ജോലി ചെയ്യുന്നുണ്ട്. അവൾ ഉടനെ വരും എന്തൊക്കെയാണ് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. പല പ്രാവശ്യം പല ഇൻസിഡൻറ്റുകളും പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്നും ഈ പ്രസ്താവനകളും ഒന്നും ഉണ്ടായിട്ടില്ല സാറേ. അതിവൈകാരിക രംഗങ്ങൾക്കാണ് മണിയിലുള്ള ഫ്ലവേഴ്സ് ഒരു കോടി സ്റ്റുഡിയോ വേദിയായത്. ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ഒരു പിതാവ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന മകൾ ഡോക്ടർ വന്ദനാദാസ് കുത്തേറ്റ് മരിച്ചതിനെക്കുറിച്ച് മോഹൻദാസിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഡോക്ടർ വന്ദനയ്ക്ക് കുത്തുകെട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കിംസ് കൊണ്ടേ മരിച്ചുപോയി. അതല്ല, ഇത്ര ഡിലേ ഉണ്ടായെന്നും ഇത്ര വീഴ്ച ഉണ്ടായെന്നും ഇത്ര ചികിത്സ കിട്ടാതെ വരുന്നു ഇതൊന്നും പബ്ലിക്കിന് അറിയത്തില്ല സാറേ. ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന നിയമം യാഥാർത്ഥ്യമാകാൻ തന്റെ മകൾക്ക് ബലിയാടാകേണ്ടി വന്നുവെന്ന് KG മോഹൻദാസ്. വന്ദനയ്ക്ക് മരണാനന്തര ബഹുമതിയായി ആരോഗ്യ സർവകലാശാല നൽകിയ മെഡിക്കൽ ബിരുദം വിങ്ങലോടെയാണ് മാതാപിതാക്കൾ ഏറ്റുവാങ്ങിയത്. പക്ഷെ നമുക്കതൊന്നും എന്നെ സഹിക്കാൻ പറ്റുന്നില്ല സാറേ. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും നിന്നുള്ള പ്രതികരിച്ചുള്ള ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് വാങ്ങിച്ച കുട്ടികളുടെ ഒക്കെ പ്രസൻസി വെച്ചാണ് ഞങ്ങളിതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ഒട്ടും വയ്യാല കാലത്തൊന്നും പോയത്. ഗവർണർ നേരിട്ട് തന്ന് എല്ലാവരുടെയും ചെയ്തിട്ട് വന്നു. കൊച്ചിൻ്റെ മോടെ ജനങ്ങൾ അംഗീകരിച്ചായിട്ടല്ല സാറേ, അത് ഞങ്ങൾ ആദരപൂർവ്വം വാങ്ങിച്ചു. ഞങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. വൈദ്യപരിശോധനയ്ക്കായി പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സന്ദീപിന്റെ കുത്തേറ്റ് ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മെയ് 10. സന്ദീപിനോട് മോഹൻദാസിന് പറയാനുള്ളത് ഇത്രമാത്രം. ഒരു പാവം പെൺകുട്ടിയെ 21ഓളം കുത്തുകൾ കൊടുത്ത് 4 മണിക്കൂറിലധികം ലോകത്തെ എല്ലാ വേദനകളും ഒന്നിച്ച് അനുഭവിക്കേണ്ടി വന്ന എൻ്റെ പൊന്നുമോളുടെ ആത്മാവ് ഒരിക്കലും ലോകത്തിലാരും ഉൾക്കൊള്ളുകയില്ല, ക്ഷമിക്കുകയില്ല. ദൈവം പോലും അത് ക്ഷമിക്കുകയില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സംഭവത്തിലെ ദുരൂഹതകൾ മാറിയാൽ ഈ നെഞ്ചിലെ നീറ്റൽ അല്പമെങ്കിലും അടങ്ങുമെന്ന് കരുതാം. ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ലഭിക്കുന്ന തുക 2 MBBS വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി നൽകാനാണ് KG മോഹൻദാസിന്റെ തീരുമാനം. അട്ടപ്പാടി പോലെയുള്ള പിന്നോക്ക പ്രദേശങ്ങളിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഇവിടെ കിട്ടുന്ന പൈസ അവർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. മെയിൽ ഫീമെയിൽ ഇവർ 2 പേർക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ നിൽക്കുന്ന പ്രദേശം 2 കുട്ടികൾക്ക്, ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും കൊടുക്കണമെന്നുള്ളതാണ്. കാണാം ഫ്ലവേഴ്സ് ഒരു കോടി ഇന്ന് രാത്രി 9 മണിക്ക്. ന്യൂസ് ഡെസ്ക് 24.
അവർ ലാളിച്ചു വളർത്തിയ മകളായിരുന്നു ഡോക്ടർ വന്ദന ദാസ്. ഒരുപാട് പ്രതീക്ഷകളുമായി അവൾ ഹൗസ് സർജൻസി ചെയ്യുമായിരുന്നു കൊട്ടാരക്കര ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ. എല്ലാ ദിവസവും രാത്രി ഈ അച്ഛനമ്മമാരുമായിട്ട് വളരെ മിനിറ്റുകളും മണിക്കൂറുകളും ഈ മകൾ സംസാരിക്കാറുണ്ടായിരുന്നു. ഈ കുത്തേൽക്കുന്ന ദിവസം രാത്രിയിലും ഈ മകൾ KG മോഹൻദാസുമായിട്ട് സംസാരിച്ചു. ആ വാക്കുകൾ പിടയുന്ന മനസ്സോടെ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ. അവളുടെ വാക്കുകളും ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ സംപ്രേഷണം ചെയ്യും. അവസാനം അവൾ അച്ഛനോട് സംസാരിച്ച വാക്കുകൾ. ഒരുപക്ഷെ ഡോക്ടർ വന്ദനാദാസിൻ്റെ ശബ്ദം നമ്മളെ ഒരുപാട് കാലം വേട്ടയാടിയെന്ന് വരും. ഇന്ന് രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ നിങ്ങൾക്ക് ഈ 1 കോടി കാണാൻ കഴിയും.